ധവളപത്രം പുറപ്പെടുവിക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ അസംബ്ലി മണ്ഡലങ്ങൾ, ഒന്നും നടക്കാത്ത സ്ഥലമാണ് അസംബ്ലി മണ്ഡലങ്ങൾ ഒന്നായി കടുത്തുരുത്തിയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. 96-ലാണ് ഞാൻ ആദ്യം MLA ആവുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ അത് മുതൽ തുടർച്ചയായി നിരവധിയായ സ്ഥാപനങ്ങൾ, പദ്ധതികൾ, മെച്ചപ്പെട്ട റോഡുകൾ, കുടിവെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും ഒരു സ്ഥലത്തും കിട്ടിയിരുന്നില്ല. ഇന്ന് മണ്ഡലമൊട്ടാകെ എല്ലാ സ്ഥലത്തും കുടിവെള്ളം, എല്ലാ സ്ഥലത്തും സമ്പൂർണ്ണ വൈദ്യുതീകരണം, അതിനൊക്കെ വേണ്ടതായിട്ടുള്ള ഓഫീസുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്ഥാപനം പോലും ഇല്ലായിരുന്നു. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ കിടങ്ങൂരിൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ കടുത്തുരുത്തിയിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, പെരുവയിൽ ഗവൺമെൻറ് ITI, നീടൂരിൽ IHRD കോളേജ്, ഇതെല്ലാം മോൻസ് ജോസഫ് MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. 2 കടുത്തുരുത്തി ടൗണിൽ ഒരു ബൈപ്പാസ് റോഡ്. അല്ല, അദ്ദേഹം ജയിക്കുന്നതിന് മുമ്പ്, അത് മത്സരിക്കുന്നതിന് മുമ്പ് ഞാനതെല്ലാം കൊണ്ടുവന്നു. അതിന് മുമ്പുള്ള കാര്യങ്ങളെ പറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം ജയിച്ച അതിനുശേഷം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം എന്താ അവിടെ ചെയ്തെന്ന് അദ്ദേഹം പറയട്ടെ, അപ്പം ഞാൻ ബാക്കി പറയാം. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇതൊക്കെ അദ്ദേഹം 2010 കാലഘട്ടത്തിലാണല്ലോ വരുന്നത്. 96 മുതൽ നമ്മൾ വന്ന് മന്ത്രിയൊക്കെ ആയി. അതിനൊക്കെ മന്ത്രി എന്നതിനൊക്കെ മുമ്പ് തന്നെ കടുത്തുരുത്തി നമ്മൾ വികസനത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെയൊക്കെ നല്ല റോഡ് പോലും ഇല്ലായിരുന്നു. പാലായിൽ ബഹുമാനപ്പെട്ട KM മാണി സാറ് ഞാൻ മന്ത്രിയായിരിക്കുമ്പം ഒരു BMBC റോഡ്, കടുത്തുരുത്തി പാലാ റോഡ്, അന്ന് 3 റോഡ് ചെയ്തു. ഏറ്റുമാനൂർ എറണാകുളം റോഡ് നിങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ്. ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം അന്ന് വിളിച്ച് അഭിനന്ദിക്കുമായിരുന്നു. കാരണം എറണാകുളത്ത് നിന്ന് ഒരു കുഴി വീണ് നമ്മുടെ പൂത്തോട്ടം വരും. അത് കഴിഞ്ഞ് നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡിൻ്റെ ഗതി മാറും. മെച്ചപ്പെട്ട നിലവാരത്തിൽ ആദ്യമായി BMBC റോഡ് റബ്ബറൈസ്ഡ് ടാറിംഗ് നടപ്പാക്കി. അപ്പോൾ അങ്ങനെ 3 റോഡ്, ഏറ്റുമാനൂർ എറണാകുളം റോഡ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കിടങ്ങൂർ മണ്ണർക്കാട് റോഡ്, അതുപോലെ തന്നെ കടുത്തുരുത്തി പാലാ റോഡ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പാലായിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ ഞാൻ മന്ത്രിയായതുകൊണ്ട് ഞാൻ ഉദ്ഘാടകനായി. KM മാണി സാറ് പാലാ MLA എന്ന അധ്യക്ഷനായി. അദ്ദേഹത്തെയാണ് ആദ്യം പ്രസംഗിപ്പിച്ചത്. നമ്മുടെ ഒരു പ്രധാന നേതാവ്, സീനിയർ ലീഡറാണ്. അന്ന് മാണി സാറ് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം MLA മന്ത്രിയായെങ്കിലും എൻ്റെ കൊച്ചനുജൻ മോൻസ് മന്ത്രിയായി വന്നപ്പോഴാണ് ഇത്രയും മെച്ചപ്പെട്ട ഒരു റോഡ്, പാലായിലേക്ക് ആദ്യമായി ഇത്രയും ഹൈ ക്വാളിറ്റി റോഡ് ആദ്യമായി ഓപ്പൺ ചെയ്യുന്ന, ഒരു BMBC റോഡ് ഓപ്പൺ ചെയ്യുന്നത് ഈ കടുത്തുരുത്തി പാലാ റോഡാണ്. മരങ്ങാട്ടുപള്ളി വഴി പോരുന്നതാണ് എന്ന് മാണി സാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എതിരായിട്ട് വിമർശിക്കുന്ന ആളുകളൊന്നും പരിശോധിക്കുന്നതല്ല. ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, അവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിമർശനത്തിന് വ്യക്തമായ മറുപടി ഒരു ധവളപത്രമാണ്. 96 മുതൽ 2025 വരെ, അത് ഓരോ വർഷവും വിഷൻ 2025 വെച്ചിട്ടാണ് ഇപ്പോൾ ഇതുവരെ പോയത്. ഓരോ 5 ടേമിലും നടപ്പാക്കിയ കാര്യങ്ങളും ഞാൻ ഇല്ലാത്ത കാലത്ത് നടക്കാതെ പോയ കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എങ്കിലും ഇങ്ങനൊരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ഇതുവരെ നടന്ന മുഴുവൻ വികസന കാര്യങ്ങളുടെയും ധവളപത്രം, കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നടന്ന വികസന മുന്നേറ്റം, അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. എവിടെയും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് അവിടെ വരട്ടെ, അവിടെ ചർച്ച ചെയ്യാം. സത്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ 5 ടേം അവിടെ MLA ആയി എന്നെ ജനങ്ങൾ വിജയിപ്പിച്ചത് എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. അതെൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ഞാൻ മണ്ഡലത്തിന് വേണ്ടി, കടുത്തുരുത്തി എന്ന് പറഞ്ഞാൽ 11 പഞ്ചായത്തുണ്ട്. ആ 11 പഞ്ചായത്ത് നല്ല പഞ്ചായത്ത് ഓഫീസ് പോലും ഇല്ലായിരുന്നു. 4 മിനി സിവിൽ സ്റ്റേഷനാണ്. ഒന്ന് കടുത്തുരുത്തിയിൽ മിനി സിവിൽ സ്റ്റേഷൻ, കുറവലങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ കടപ്പളമറ്റത്ത് ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ, ഉഴവൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ. ആ ഉഴവൂരിൽ പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നല്ല പഞ്ചായത്ത് ഓഫീസിൻ്റെ മന്ദിരം കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിന് പകരം നല്ല കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ കാണക്കാരിൽ പുതിയ പഞ്ചായത്ത് ഓഫീസ് മന്ദിരം, വെളിയന്നൂരിൽ പുതിയ പഞ്ചായത്ത് ഓഫീസ് മന്ദിരം, എല്ലാ പഞ്ചായത്തുകൾക്കും അടിസ്ഥാന സൗകര്യം. അപ്പം വികസനം എന്നുള്ളത് എല്ലാ പഞ്ചായത്തുകളെയും മുന്നോട്ട് കൊണ്ടുവരുന്ന വിധത്തിൽ നടപ്പാക്കുന്നതിനുള്ള നല്ല നേതൃത്വമാണ് കൊടുത്തത്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, നമ്മുടെ ഉഴവൂർ KR നാരായണൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ കടുത്തുരുത്തി മണ്ഡലത്തിലേക്ക് ചേർക്കപ്പെടുന്നത് 2010 മുതലാണ്. അതിനുശേഷമാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇപ്പം നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി. കുറവലങ്ങാട് ആശുപത്രി താലൂക്ക് ആശുപത്രിയായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റൽ രംഗത്ത് വോൾട്ടേജ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ നമ്മുടെ 400 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ, കേരളത്തിലെ ഫസ്റ്റ് സബ്സ്റ്റേഷൻ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ മന്ത്രി കൃഷ്ണൻകുട്ടി K. കൃഷ്ണൻകുട്ടി വകുപ്പ് മന്ത്രി കുറവലങ്ങാട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. കുറവലങ്ങാട് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. 66 kV സബ്സ്റ്റേഷൻ കുറവലങ്ങാട്ട്, 33 kV സബ്സ്റ്റേഷൻ കടുത്തുരുത്തിയിൽ, 33 kV കിടങ്ങൂരിൽ, 33 kV കല്ലറയിൽ. ഇതെല്ലാം വോൾട്ടേജ് ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിൽ. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട സമഗ്ര കുടിവെള്ള പദ്ധതി, അത് ഞാൻ ആദ്യം MLA ആയപ്പോൾ തുടങ്ങി വെച്ചു. ഇപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. കടുത്തുരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഇല്ലായിരുന്നു. അവിടെ വാട്ടർ അതോറിറ്റിയുടെ AE ഓഫീസ് 5 എണ്ണമാണ്.
സബ് ഡിവിഷൻ ഓഫീസ് AXC ഓഫീസ്. അത് കഴിഞ്ഞ് കടുത്തുരുത്തി പ്രദേശം മുഴുവൻ മൂവാറ്റുപുഴ ഡിവിഷൻ്റെ കീഴിലായിരുന്നു. എറണാകുളം ജില്ല മനുഷ്യൻ എന്തൊരു കഷ്ടപ്പാടായിരുന്നു എന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കടുത്തുരുത്തി കേന്ദ്രമായി പുതിയ ജില്ലാ ഓഫീസ്, വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസ് കൊണ്ടുവന്നു. ആ ഓഫീസുകൾക്കെല്ലാം വേണ്ടി തിരുവനന്തപുരത്താണ് ജലഭവൻ ഉള്ളത്, കടുത്തുരുത്തിയിൽ ഒരു ജലഭവൻ നിർമ്മിച്ചു. എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിൽ. ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കേരളത്തിലെ ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ജില്ല കടുത്തുരുത്തിയാണ് 2000 ആണ്ടിൽ. അതിനുശേഷം വേറെ ഒന്നും വന്നിട്ടില്ല. കടുത്തുരുത്തി കേന്ദ്രമായി വിദ്യാഭ്യാസ ജില്ല കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് കാലങ്ങളായി ആവശ്യപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ വന്നപ്പോഴാണ് നടപ്പാക്കാൻ കഴിഞ്ഞത്. ഒരു കടുത്തുരുത്തി ടൗണിൽ ബൈപ്പാസ് റോഡ് എന്ന ആവശ്യം ആദ്യം MLA ആയപ്പോൾ ഞാൻ ആളുകളുടെ ഒരു അഭിപ്രായം വെച്ചാണ് നമ്മളതിന് തുടക്കം കുറിച്ചത്. അന്ന് ബഡ്ജറ്റ് ഉൾപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഒരു ടൈം എനിക്ക് കിട്ടിയില്ല, അന്ന് അവിടെ ഒന്നും നടന്നില്ല. പിന്നീട് വീണ്ടും ഞാൻ 2006 ജനങ്ങൾ MLA ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. 2006 ഈ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തന സ്ഥലമെടുപ്പ് കാര്യങ്ങൾ തുടങ്ങി. 2008, 2009 മന്ത്രിയായി. അപ്പോൾ 5 കോടി രൂപ ബൈപ്പാസിന് ആദ്യമായിട്ട് അനുവദിച്ചു. അങ്ങനെ കടുത്തുരുത്തി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു. സ്ഥലമെടുപ്പ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി. 2013 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആവശ്യമായ ബാക്കി തുക അനുവദിച്ചു. അങ്ങനെ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. പ്രളയം ഉണ്ടായപ്പോൾ കടുത്തുരുത്തി ടൗണിലെല്ലാം വെള്ളം കയറി. ആദ്യമായിട്ടാണ് കടകളിലെല്ലാം വെള്ളം കയറി പ്രശ്നം വരുന്നത്. അപ്പോൾ ജനങ്ങൾ തന്നെ, വ്യാപാരി വ്യവസായികളെല്ലാം ആവശ്യപ്പെട്ടു, ബൈപ്പാസ് നിർമ്മിക്കുമ്പം ഈ പ്രളയം ഉണ്ടായ സാഹചര്യത്തിൽ അന്നേരം നിർമ്മാണം ആയിട്ടില്ല, നമുക്ക് ഈ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണം കൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നീളം കൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ലാൻഡ് സ്പാൻ കൂടി ചേർത്തു. അത് കരഭൂമിയിൽ കൂടി പാലം കയറി വരും. ആ രീതിയിൽ ലാൻഡ് സ്പാൻ കൂടി ചേർത്ത് ഇരുവശത്തും പാലത്തിൻ്റെ വീതി കൂട്ടി പുതിയ പ്ലാനിലേക്ക് കൊണ്ടുവന്നു. ആ പ്ലാൻ G. സുധാകരൻ മിനിസ്റ്ററുടെ സമയത്ത് അംഗീകരിച്ചു തരാൻ 3 വർഷം എടുത്തു. അതുകൊണ്ട് അല്പം താമസം വരേണ്ടി വന്നു. പക്ഷേ എങ്കിൽ പോലും ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കടുത്തുരുത്തി ബൈപ്പാസ് നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കടുത്തുരുത്തി ബൈപ്പാസ് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വാഗ്ദാനങ്ങൾ വെറുതെ കൊടുത്തു പോകല്ല, വികസന രംഗത്ത് പരമാവധി കാര്യങ്ങൾ നടപ്പാക്കി പോകാൻ കഴിയുന്ന നല്ല സമീപനമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ LDF ഗവൺമെൻറ് 10 വർഷം ഇരിക്കുന്നതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും വികസന രംഗത്ത് ഒരു മുരടിപ്പും ഒരു മന്ദഗതിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി വല്ല സംഭവിച്ചിട്ടുണ്ട് വരുന്നതല്ലാതെ അതെല്ലാ പ്രദേശങ്ങളും കേരളമൊട്ടാകെ എല്ലായിടത്തുള്ളതാണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പരമാവധി ഇപ്പോഴും പ്രവർത്തന രംഗത്ത് നിന്ന് കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ കാലഘട്ടം ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയാണ് എന്ന അഭിമാനത്തോടെ പറയാം.